ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് നമുക്ക് കറി ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമ്മൾ ചവ്വരി വെച്ചിട്ടാണ് ഈ ദോശ റെഡിയാക്കുന്നത്. ചട്നിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ചട്നി കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. സാധാരണ ചവ്വരി വെച്ചിട്ട് നമ്മൾ പായസമൊക്കെയാണ് റെഡിയാക്കാറുള്ളത്. ഇത് ചവ്വരി വെച്ചിട്ട് നല്ലൊരു ദോശയാണ്, ഒരു സാഗോ ദോശയാണിത്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഞാൻ ഇപ്പോൾ കുറച്ച് ദോശയാണ് ചെയ്യുന്നത്, അതിനാണ് ഞാൻ ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ ചവ്വരി കുതിർന്ന് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മൾ കയ്യിലിട്ടിട്ട് ഇതാക്കിയാൽ തന്നെ അത് നന്നായിട്ട് അലിഞ്ഞ് പോകുന്ന ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ചവ്വരി നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല കുറുകിയാണ് അരക്കുന്നത് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. ഈ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. മൈദ ചേർക്കരുത് കേട്ടോ, ഗോതമ്പ് പൊടി തന്നെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ ചവ്വരി അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. കുറച്ച് ലൂസാക്കിയിട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകപ്പൊടിയാണത്, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ജീരകപ്പൊടി ചേർത്താൽ മതി. ജീരകപ്പൊടി ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, എരിവ് മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കലക്കിയ പാടന്നെ നമുക്കിത് ചുട്ടെടുക്കാനും പറ്റും. ഞാനൊരു തവ ചൂടാക്കിയിട്ടുണ്ട്. തവ ദോശക്കല്ല എന്താ നിങ്ങൾ എന്തിലാണ് ചുടുന്നത്, എന്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു തവയിലാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് നമുക്ക് പരത്താൻ പറ്റില്ല, നമ്മൾ ഉള്ളിൻ്റെ പീസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അത്യാവശ്യം ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ഭാഗം റെഡി ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് നിങ്ങൾക്ക് മൊരിച്ചെടുത്തിട്ട് അങ്ങനെ വേണേലും കഴിക്കാൻ പറ്റും. ചിലർക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിവിടെ ഒരുപാട് മൊരിച്ചെടുക്കുന്നില്ല, എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിനുള്ള വേവാകുന്ന സമയത്ത് ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിസ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നിങ്ങൾ തിരിച്ചു മറിച്ചിട്ടിട്ട് അത് നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പം ഞാനിപ്പോൾ അത്ര മൊരിച്ചെടുക്കുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതിന് കറിയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇനി ചട്നിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഉള്ളി ചട്നിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശയാണിത്.
ചവരി വെച്ചിട്ട് സാധാരണ ദോശയൊന്നും ആരും ഉണ്ടാക്കാറുണ്ടാവില്ല. ചവരി കൊണ്ടെന്ന് വെച്ചാൽ പായസം അതുപോലെ പുഡിങ് അങ്ങനെയൊക്കെ ആവും ഉണ്ടാക്കുക, ഡെസേർട്ട്സുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ കാണാൻ പറ്റുമല്ലോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.